വാർത്തയിലേക്ക്. മുൻകാലങ്ങളിൽ CPM വോട്ട് BJPക്ക് പോയിട്ടുണ്ടെന്ന് AK ബാലൻ. ഇത്തവണ CPM വോട്ടുകൾ BJPയിലേക്ക് പോവില്ല. G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞത് ചെറ്റത്തരമെന്നാൽ അല്പത്തരമെന്നാണ് അർത്ഥമെന്ന് നിഘണ്ടു ഉയർത്തിക്കാട്ടി ബാലൻ പറഞ്ഞു. ഞങ്ങളെടുക്കുന്ന പോയിട്ട് അപ്പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയാകുന്നതിന് ഞങ്ങളാരും എതിർക്കുന്നുണ്ട്. പോയത് എന്തിനാന്നുള്ള പ്രശ്നം. സരിൻ പോയത് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ്. അത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ എനിക്ക് സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നതെങ്കിൽ പോയിക്കോട്ടെ, എന്നിട്ട് മത്സരിച്ചോട്ടെ. ഇത് അർഹതപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് അർഹതപ്പെട്ട ഒരു പാർലമെന്ററി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതോ നേതാവിൻ്റെ ഭാര്യയായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യമാണോ? അത് എന്ത് വർഗബോധമാണ്, എന്ത് തൊഴിലാളി വർഗബോധമാണ്? ബാക്കിയുള്ള പാർട്ടി പോലെയാണോ CPIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും? ഒരു പ്രതിബദ്ധതയുള്ള ഒരു കോമ്രേഡ്. ആരോടാ പ്രതിബദ്ധത? തൊഴിലാളി വർഗത്തോട്. ആ തൊഴിലാളി വർഗത്തോട് പ്രതിബദ്ധതയും തൊഴിലാളി വർഗത്തോട് വിശ്വാസവുമുള്ള ഒരു നേതാവിന് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്? എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് ശരിയാണ്. അത് വളരെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടത്. മുഖ്യമന്ത്രി സുധാകരന് ചേർന്ന പദമാണ് ഉപയോഗിച്ചതെന്നും ബാലൻ പറഞ്ഞു. G സുധാകരനെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ K സുധാകരനെ ഉത്തമനായ കോൺഗ്രസുകാരനെന്ന് പറയുന്നില്ല. G സുധാകരൻ രക്തസാക്ഷിയായ അനുജൻ ഭുവനേശ്വരനെ ഓർക്കണമായിരുന്നു. സഹോദരന്റെ തലച്ചോർ തെങ്ങിൻ പൂക്കല പോലെ ചിതറിയെന്നാണ് സുധാകരൻ പറഞ്ഞത്. ഭുവനേശ്വരന്റെ പടമുയർത്തിക്കാട്ടിയായിരുന്നു ബാലൻ പറഞ്ഞത്. സഹോദരനെ ഒരു നിമിഷമെങ്കിലും ഓർത്താൽ സുധാകരൻ മാനസിക സംഘർഷത്തിലാവും. LDFന് പാലക്കാടും കേരളത്തിലും ഉറച്ച പ്രതീക്ഷയുണ്ടെന്നും ബാലൻ പറഞ്ഞു. പാർട്ടിയുടെ പൊതു സ്റ്റാറ്റസിൽ നിന്ന്, സംഘടനാ രംഗത്ത് നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറണം എന്നുള്ളത് G സുധാകരനെ കണ്ടുകൊണ്ടെടുത്തതല്ല പാർട്ടി കോൺഗ്രസ്. അത് ഞങ്ങൾക്കൊക്കെ ബാധകമാണ്. അതിന്റെ ഭാഗമായി ഒരുപടി ആൾക്കാർ നിലവിലുള്ള പൊളിറ്റിക്കൽ സ്റ്റാറ്റസിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ഞാനടക്കം പോയിട്ടുണ്ട്. അതൊരു പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമാണ്. 2 പ്രാവശ്യം തുടർച്ചയായി മത്സരിക്കുന്ന ആൾക്കാർ മത്സരിക്കാൻ പാടില്ല. എന്നാൽ അനിവാര്യമായ ഏതെങ്കിലും സാഹചര്യത്തിൽ അനിവാര്യമായും മത്സരിക്കണം എന്ന് തോന്നുമ്പോൾ അവർ നിർത്തേണ്ടിയും വരും. റിലാക്സേഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ ആൾക്കാർക്കും 2 പ്രാവശ്യവും 3 പ്രാവശ്യം കിട്ടിയാൽ 4ാമത്തെ പ്രാവശ്യവും മത്സരിക്കണം എന്നാണോ? അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ വിഭാഗം ഇതിലെങ്ങനെ കടന്നു വരും? അവരെന്തിനു വേണ്ടി ഈ പാർട്ടിയുടെ പിന്നാലെ വരണം? എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നു. ഏതാനും കോക്കസിന്റെ കയ്യിലാണ് ഇതുള്ളത് എന്ന ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ ഇതിൽ വരുമോ? അതുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് ശക്തമായി ചർച്ച നടത്തി ഈ രൂപത്തിൽ 2 തലത്തിൽ ഒരു തീരുമാനം എടുത്തത്. അതിന്റെ ഗുണം പാർട്ടിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. ഡീലുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ അവിടെ. അപ്പൊ ആ ഡീലുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതിന് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇവിടെ ഞങ്ങളും BJPയും തമ്മിൽ ഡീലാണ്. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു കുഞ്ഞാലിക്കുട്ടി. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്കൊരു മുസ്ലിം പറ്റുന്നൊരു കേഡറെ നിർത്താൻ പാടില്ല. അത് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള മതന്യൂനപക്ഷത്തിന്റെ വോട്ട് നിങ്ങൾ തട്ടിയെടുക്കും. അത് പാടില്ല. കാരണം ഞങ്ങൾക്ക് ജയിക്കണം. അതിന് ഞങ്ങൾ നിന്ന് കൊടുക്കണമെന്നാണോ പറയുന്നത്? ഇതെല്ലാം കള്ളപ്രചരണ. കേരളത്തിലെ ജനത തിരിച്ചറിയും. ഉറപ്പിച്ച് ഞാൻ പറയാം, ഒരു ചരിത്ര വിജയം LDF നേടാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി 12 സീറ്റും പാലക്കാട് ജില്ലയിൽ LDF നേടാൻ പോവുകയാണ്. ഈ പാലക്കാട് ഉൾപ്പെടെ. UTV ന്യൂസ്, പാലക്കാട്.